ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഹൈജീൻ, വൃത്തി. വ്യക്തി ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്, എപ്പോഴും എന്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് കൈ വൃത്തിയായിട്ട് കഴുകണം. പറ്റുന്നുണ്ടെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ടോ പിന്നെ അതുപോലെ സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് കൈ കഴുകാവുന്നതാണ്. ഇപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോയി വരുമ്പോൾ നമ്മൾ എന്തായാലും വൃത്തിയാക്കുന്നുണ്ടാവും. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പുറത്തുനിന്നൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് കൈ കഴുകാതെ കഴിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് കുട്ടികൾ. അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ വേറെന്ത് കാര്യം, എല്ലാ ദിവസവും നമ്മൾ കുളിക്കണം. വൃത്തിയിൽ കുളിക്കുക. രാവിലെയും കുളിക്കാൻ ശ്രമിക്കുക, വൈകിട്ടും ഉറങ്ങുന്നതിൻ്റെ മുമ്പും കുളിക്കുന്നത് നല്ലതാണ്. അത് ഉറക്കത്തിന് കൂടി നമുക്ക് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം പിന്നെ നന്നായിട്ട് കഴുകുക. അതുപോലെ വേറെ ഇമ്പോർട്ടൻറ്റ്, കഴിക്കുന്ന ഭക്ഷണം വൃത്തിയുള്ളതാവണം. നമ്മളെപ്പോഴും കടകളിലൊക്കെ പോകുമ്പം ചെക്ക് ചെയ്യണം. നിങ്ങളെപ്പോഴും നിങ്ങളുടെ രക്ഷിതാക്കളോട് ചോദിക്കണം, ഞാൻ ഇന്ന കടയിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുനിന്ന് കഴിക്കാൻ പറ്റുമോ. കഴിയുന്നതും പുറത്തുനിന്ന് നേരിട്ട് എന്ത് ചെയ്യരുത്, ചൂടാക്കി തണുപ്പിക്കാത്ത വെള്ളം കുടിക്കാണ്ടിരിക്കുക. ഓപ്പണായിട്ട് തുറന്ന് വെച്ച ഭക്ഷണം, ഈച്ചീന്തൊക്കെ കയറുന്ന രീതിയിലുള്ള ഭക്ഷണമൊന്നും കഴിക്കാണ്ടിരിക്കുക. ചില സ്ഥലങ്ങളൊക്കെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നത് കാണാറുണ്ട്. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈച്ച, മറ്റ് പല പിന്നെ റോഡിനരികിലൊക്കെ ആണെങ്കിൽ അതിൽ കുറേ ഡസ്റ്റും കുറേ അത് പല രീതിയിലും മലിനാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, പിന്നെ വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ പറയാവുന്നത്. 6ാമത്തെ കാര്യം, ഔട്ട്ഡോർ പ്ലേ. ഇഷ്ടമാണോ പുറത്തിറങ്ങി കളിക്കാൻ? നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഗ്രൗണ്ട് ഉണ്ടോ? കളിക്കാനുള്ള സ്ഥലം ഉണ്ടോ? ഉണ്ടല്ലേ, വളരെ നല്ലത്. ചില സ്ഥലങ്ങളിൽ കളിക്കാനുള്ള ഗ്രൗണ്ട് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്രൗണ്ട് ഉള്ളത് ഭയങ്കര നല്ലതാണ്. ഓക്കെ, അപ്പോൾ കളിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ ഉമ്മ വഴക്ക് പറയാറില്ലേ, മോനെ കളിക്കണ്ടെന്ന്. അപ്പോൾ നിങ്ങളെന്താ തിരിച്ചു പറയുക? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ എന്ത് പറയണം? കളിക്കുന്നതും നമ്മളെ ബോഡിക്കും ബ്രെയിനിനും നല്ലതാണ്. ഓക്കെ, അപ്പം പുറത്തിറങ്ങി ഓടിക്കളി നമ്മളുണ്ടാവണം. ഓടിയിട്ട് നമ്മൾ എന്തൊക്കെ കളികളാണ് നിങ്ങൾക്ക് ഇഷ്ടം? മോനക്ക് എന്ത് കളിയാണ് ഇഷ്ടം? ഫുട്ബോൾ ഇഷ്ടമാണ്. ഓക്കെ, മോനക്ക് എന്താ ഇഷ്ടം? ഫുട്ബോളാണ്. അപ്പോൾ ഇവിടെ കുറേ ഫുട്ബോൾ ഫാൻസാണ് കൂടുതലായിട്ടുള്ളത് അല്ലേ? ഓക്കെ, വേറെ ഏതെങ്കിലും കളി ഇഷ്ടമുള്ള ആളുകളുണ്ടോ? ക്രിക്കറ്റ് ഇഷ്ടമാണ്. ഓക്കെ, വേറെ ഇല്ല. ഫുട്ബോൾ, പിന്നെ ക്രിക്കറ്റ് വേറെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? 2 ആൾക്ക് ക്രിക്കറ്റാണ്, ബാക്കിയുള്ള എല്ലാവർക്കും ഫുട്ബോളാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഫുട്ബോൾ ഫാൻസാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ ദിവസം നിങ്ങൾക്ക് കളിക്കാം. കളിക്കേണ്ടത് ഏത് സമയത്തൊക്കെ കളിക്കാൻ പറ്റും? വൈകുന്നേരം കളിക്കും. ശരിയാണ്. നമ്മൾ ഏകദേശം ഒരു 4-5 മണിയാകുമ്പോൾ നമ്മുടെ വെയിലൊക്കെ ഒന്ന് കുറയും. ആ സമയത്താണ് കളിക്കാൻ നല്ലത്. അതുപോലെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ എഴുന്നേൽക്കുന്ന കുട്ടികൾക്ക് രാവിലെ പ്രാർത്ഥനയും ഇതൊക്കെ കഴിഞ്ഞ് ഇത് വേണമെങ്കിൽ നേരത്തെ നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടാക്കി കളിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ക്ഷീണിക്കുന്ന രീതിയിൽ നിങ്ങൾ കളിക്കുന്നത് നല്ലതാണ്. 1 മണിക്കൂർ മതി. ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസും നല്ലതല്ല എന്നാണ് പറയാം. ഒത്തിരി ക്ഷീണിക്കുന്ന രീതിയിലേക്ക് പോകാണ്ടിരിക്കുക. അപ്പോൾ കളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് കൊണ്ടുപോകണം? നിർബന്ധമായിട്ടും ഒരു കുപ്പി വെള്ളം കൊണ്ടുപോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീണ് പരിക്ക് പറ്റാതെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ മൊത്തം വെക്കേഷൻ അങ്ങോട്ട് പോയി കിട്ടും. കൈക്കോ കാലിനോ ഒരു ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ വീട്ടിലങ്ങനെ കിടക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചുകൊണ്ട് കളിക്കാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഒരിക്കലും കളിക്കാൻ പാടില്ലാത്ത സമയം എപ്പോഴാണ്? ഉച്ചയ്ക്ക് 11 മണിയുടെയും 3 മണിയുടെ ഇടയ്ക്ക്. ആ സമയത്താണ് സൂര്യാഘാതം ഏൽക്കാനും അതുപോലെ ഒത്തിരി ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ, ശരീരത്തിൽ വെള്ളം നഷ്ടപ്പെടാനുള്ള സാധ്യത. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളാരും കളിക്കാൻ പോകരുത്. കഴിയുന്നത് നിങ്ങളുടെ വീട്ടിലോ അല്ല നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ ഒക്കെ ആയിട്ടായിരിക്കും ആ സമയത്ത് സ്പെൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡോർ ഗെയിംസ്, ഉള്ളിലിരുന്നുള്ള കളികൾ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അധികം ആൾക്കും പറയുന്നത് കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്, സ്ക്രീൻ ടൈം. അതായത് നമ്മുടെ മൊബൈല്, TV, ടാബ്, ഈ വേറെ എന്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണ്, അത് സ്ക്രീൻ ഉപയോഗിച്ച് ഒരു ഗാഡ്ജറ്റ് ഉപയോഗിച്ച് കാണുന്നതിനാണ് സ്ക്രീൻ ടൈം എന്ന് പറയാം. ഇത് നമുക്ക് നല്ലതാണോ ചീത്തയാണോ? ചീത്തയാണ്.
അപ്പം നിങ്ങളാരും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് പ്രയാസം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും ഒക്കെ പറയാറുണ്ട്, ആദ്യത്തെ 2 വയസ്സിൽ തീരെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ടെങ്കിൽ തീരെ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തീരെ കൊടുക്കാൻ പാടില്ല എന്ന് ഉമ്മമാരോട് പറയണം. 2 തൊട്ട് 5 വയസ്സ് വരെ ലിമിറ്റഡായ 1 മണിക്കൂറിൽ താഴെയാണ് വെക്കേണ്ടത്. ഇനി അതിൻ്റെ മുകളിലോട്ടുള്ള ക്ലാസ്സിലോട്ട് പോകുന്ന കുട്ടികളോ 1 മണിക്കൂറിനും 2 മണിക്കൂറിനും ഇടയ്ക്കായിരിക്കണം. ഓക്കെ, അതിലും കൂടുതൽ നല്ലതല്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് വരിക? ഇനി ഈ കൂടുതലായിട്ട് നമ്മൾ മൊബൈലും ടി വിയൊക്കെ കാണുമ്പോൾ കണ്ണിന് പ്രശ്നം ഉണ്ടാവാം. വേറെ എന്തിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം? ശ്രദ്ധ, കറക്റ്റാണ്, ശ്രദ്ധ കുറവ് വരാം. വേറെ എന്ത് പ്രശ്നം ഉണ്ടാവാം? തലച്ചോറിന് പല രീതിയിൽ പഠനത്തിനും ഒക്കെ ബാധിക്കാം. ഡോക്ടറെ അടുത്ത് കാഴ്ച, ഓൾറെഡി കാഴ്ച പറഞ്ഞു, അത് കാഴ്ച എഫക്റ്റ് ചെയ്യും. ഡോക്ടറെ അടുത്ത് ഒരുപാട് കുട്ടികൾ വരാറുണ്ട് ഈ അഡിക്ഷനായിട്ട്. നമ്മൾ ഈ മദ്യത്തിനോടൊക്കെ അഡിക്ഷൻ കേൾക്കാറില്ലേ, മദ്യപാനം, അതേപോലെ തന്നെ അത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ. നിരന്തരം അത് ഗെയിം അഡിക്ഷൻ, അതേപോലെ ഈ യൂട്യൂബിലും ഇതൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ അവരുടെ സ്വഭാവത്തിൽ പോലും വ്യത്യാസം വരുന്നുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ആക്രമിക്കുക, അത് കിട്ടാണ്ടാവുമ്പം ഭയങ്കരമായ സ്ട്രെസ്സും പ്രയാസങ്ങളൊക്കെ വരിക, അത്തരത്തിലുള്ളത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് അമിതമായ ആപത്താവുന്ന ഒരു കാര്യമാണ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടി വി ആയാലും മൊബൈലായി കഴിഞ്ഞാലും നിർബന്ധമായിട്ടും ലിമിറ്റ് വെച്ചുകൊണ്ട് മാത്രം കാണുക. 16 വയസ്സ് വരെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു കുട്ടിക്കും എന്ത് പാടില്ല? സോഷ്യൽ മീഡിയയിൽ സ്വന്തമായ അക്കൗണ്ട് പാടില്ല. ഓക്കെ, ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒന്നും അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്ന പ്രായമല്ല ഇത് കേട്ടോ. 6 വയസ്സിൻ്റെ അടുത്തും 16 വയസ്സിൻ്റെ അടുത്തും നിർബന്ധമായിട്ടും നമ്മൾ പറയുന്ന കാര്യമാണ്, അക്കൗണ്ട് സ്വന്തമായി തുടങ്ങരുത്. പലപ്പോഴും അത് കെണികളായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ല, നിങ്ങളുടെ രക്ഷിതാക്കൾ ജയിലിൽ പോകേണ്ട സാഹചര്യങ്ങൾ പോലും ഉണ്ടാവാറുണ്ട്. പല ട്രാപ്പുകളാണ്. ചെറിയ നിങ്ങൾ നിൽക്കുന്നിടത്ത് എന്തെങ്കിലും ഒന്ന് മാറിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാശ് നഷ്ടപ്പെടാം, അഭിമാനം നഷ്ടപ്പെടാം, പല പ്രതിസന്ധികളിലേക്ക് പോയി ചാടാം. ഓക്കെ, നിങ്ങൾ കാണുന്ന സ്ക്രീൻ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ടാബ് ഉപയോഗിച്ച് കാണുമ്പോൾ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ടാവും ഞങ്ങൾക്കും കൂടെ ആക്സസ് വേണം. അത് നല്ലതാണ്. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായം നിങ്ങൾക്ക് ആയിട്ടില്ല. ആയിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കാറും പിന്നെ സ്പോർട്സ് കാറൊക്കെ വാങ്ങിച്ചു തരില്ലേ? തന്നിട്ടില്ലല്ലോ. അതായത് ഓരോന്നിനും സമയമുണ്ട് അല്ലേ? ലൈസൻസ് എടുക്കാനും എല്ലാത്തിനും ഓരോ സമയമുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് യൂസ് ചെയ്യുക എന്നുള്ളതും ഒഴിവാക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന പല രീതിയിലുള്ള കാർട്ടൂൺസും ഗെയിംസും അതൊക്കെ തലച്ചോറിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. പല കുട്ടികളും ADHD ആയിട്ടും ലേണിംഗ് പഠന സംബന്ധമായ പ്രശ്നമൊക്കെ ആയിട്ടും വരാറുണ്ട് ഈ സ്ക്രീൻ അഡിക്ഷൻ കാരണം. ഓക്കെ, പിന്നെ നിങ്ങൾ പ്രണയിക്കേണ്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഹോബി എല്ലാവർക്കും ഉണ്ടാവണം. ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം. ഓക്കെ, അങ്ങനെ ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായിട്ട് എന്നും ചെയ്യുന്നൊരു ഹോബി ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ കരിയർ, അതായത് ജോലിയിലേക്ക് പോലും നയിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അതേപോലെ ബ്രെയിനും ഭയങ്കര നല്ല ഒരു ഹോബി സെലക്ട് ചെയ്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെയിലി അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക എന്നുള്ളത്. ഓക്കെ, ശരി. ഇനി 8ാമതായിട്ട് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് വേണ്ടി. ഇതുവരെ പറഞ്ഞതൊക്കെ ബ്രെയിനിന് വേണ്ടി അല്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല. ബ്രെയിനിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ്. ദിവസം നമ്മൾ വായിക്കാൻ ശ്രമിക്കണം. അത് നമ്മൾ എങ്ങനത്തെ വായനയാണ് നല്ലത്? പുസ്തകങ്ങൾ കൊണ്ടുള്ള വായനയാണ് ഏറ്റവും നല്ലത്. നല്ല കഥകൾ വായിക്കുക, ദിവസം പത്രം വായിക്കാൻ ശ്രമിക്കുക. ബുക്സ്, നിങ്ങളുടെ അടുത്തൊക്കെ ലൈബ്രറി ഉണ്ടാവുമല്ലോ, ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്കെങ്കിലും എടുത്തിട്ട് വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ പസിൽസ്, ഡ്രോയിങ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ചില ആളുകൾ അബാക്കസ്, അങ്ങനെ പല കോഴ്സുകളിലും ജോയിൻ ചെയ്യുന്നത് കാണാറുണ്ട് വെക്കേഷൻ. ഇതൊക്കെ നല്ലതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ബ്രെയിനിൻ്റെ ഗ്രോത്തിനൊക്കെ. പിന്നെ 9ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫൺ വിത്ത് ഫ്രണ്ട്സ്. നമ്മൾ ഓൾറെഡി കളിക്കാനൊക്കെ ഡോക്ടർ പറഞ്ഞു. കളിക്കുന്നത് ഒറ്റക്കാവാതിരിക്കാൻ ശ്രമിക്കുക,
കൂട്ടുകാരുണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിക്കുകയുള്ളൂ, നമുക്ക് സാമൂഹിക ബുദ്ധി, സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ആവുള്ളൂ. ആളുകളോട് എങ്ങനെ പെരുമാറണം, സാഹചര്യത്തിനനുസരിച്ച് പെരുമാറണം, ക്ഷമ, ഇതൊക്കെ പഠിപ്പിക്കാൻ നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നേരത്തെ പറഞ്ഞ ഫുട്ബോളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശരിയല്ലേ? നമ്മളെപ്പോഴും ജയിക്കുമോ ഫുട്ബോളിൽ? ഇല്ലല്ലോ, ഇടയ്ക്ക് തോൽക്കില്ല. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ തോൽവി അഭിമുഖീകരിക്കാൻ നമ്മളെ തയ്യാറെടുക്കും. ഒരു കൂട്ടമായി ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുക, അതിനും ഫുട്ബോൾ വരുന്നുണ്ട്. അപ്പോൾ കളികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടമായ ആളുകൾ ചേർന്ന കളികളിലൂടെ നമ്മുടെ സോഷ്യൽ സ്കിൽസ്, സാമൂഹിക ബുദ്ധിയും ഓവറോൾ ബുദ്ധിപരമായ കഴിവും വർദ്ധിക്കും. അപ്പോൾ കളിക്കുന്നത് നല്ലതാണ്. സുഹൃത്തുക്കളുടെ കൂടെ കളികളും അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പം വീടിനടുത്തുള്ള അയൽപക്കത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കസിൻസിൻ്റെ അടുത്തൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അത് ദിവസവും ഒരു സമയം അതിന് വേണ്ടി മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും, വൈകിട്ടുള്ള കളി പോലെ തന്നെ. ഓക്കെ. പിന്നെ ഫാമിലി ടൈം എന്ന് പറയുമ്പോൾ വൈകിട്ടൊക്കെ കളിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരുടെ കൂടെ കുറച്ച് നേരം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് നിങ്ങളുടെ വീട്ടിലെ അനിയന്മാരായിക്കോട്ടെ, താത്തമാരും മിക്കാക്കന്മാരായിക്കോട്ടെ, അതുപോലെ ഉപ്പ ഉമ്മ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി അവസാനത്തെ പോയിൻ്റ് സേഫ്റ്റി എന്ന് പറയും. ഓക്കെ. ഇതുവരെ ഡോക്ടർ പറഞ്ഞത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ നമുക്ക് മൈൻഡിനും ബോഡിക്കും വേണ്ടി കാര്യങ്ങളാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ്, ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്, സേഫ്റ്റി എന്ന് പറയും. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? മോനൊന്ന് പറഞ്ഞേ. അതെ, വളരെ ശരിയാണ്. ഇപ്പം ഒരുപാട് അപകടങ്ങൾ നമ്മൾ വെള്ളത്തിൽ ചാടി, നമ്മൾ പലപ്പോഴും നീന്താനൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആളാവാൻ വേണ്ടി നമ്മൾ അറിയാത്ത കുളത്തിലോ അറിയാത്ത സ്ഥലത്തോ പുഴയിലൊക്കെ പോയി ചാടരുത്. നമ്മൾ അറിയാത്ത രീതിയിലുള്ള ആഴവും പല പ്രശ്നങ്ങളും അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ നിർബന്ധമായിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരിക്കലും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നീന്താനോ ചാടാനോ ശ്രമിക്കരുത് കേട്ടോ. അത് ഹീറോയിസ് അല്ല, പല കുട്ടികളെയും നമുക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാവും. നിമിഷ നേരം കൊണ്ട്, അതായത് ഒരു 5 മിനിറ്റുകൾക്കും താഴെ കൊണ്ട് നമ്മൾ വെള്ളത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജനും ഒക്കെ നിന്നിട്ട് മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പം നമ്മുടെ നാടുകൾക്ക് ഒരുപാട് പാടങ്ങളുണ്ടാവാം, അതുപോലെ കുളങ്ങളുണ്ടാവാം, പരിചയമില്ലാത്ത സ്ഥലങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല. അപ്പം ഡോക്ടർ പറഞ്ഞാൽ നീന്തരുത് എന്നല്ല, നീന്തുമ്പോൾ ആരുണ്ടാവണം? നമ്മുടെക്കാളും പക്വതയുള്ള പ്രായമുള്ള പാരൻസ്, രക്ഷിതാക്കൾ ഉണ്ടാവണം. അല്ലെങ്കിൽ കൺസിഡ്സ് തന്നെ നിങ്ങൾ ഒരുമിച്ച് പോവാണ് സേഫായ സ്ഥലങ്ങളായിരിക്കണം. ഇപ്പം സ്വിമ്മിങ് പൂള് അല്ലെങ്കിൽ നിങ്ങളുടേതായ വീടുകളിലൊക്കെ ഉള്ള പല സംവിധാനങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കണം നിങ്ങളത് ചൂസ് ചെയ്യേണ്ടത്. സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വിമ്മിങ്ങിൻ്റെ സമയത്ത്. പിന്നെ എന്തിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ സേഫ്റ്റി നോക്കേണ്ടത്? കളിക്കുമ്പോൾ നമ്മൾ നേരത്തെ ആ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ? ഓടിക്കളിക്കുമ്പോഴൊക്കെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, കൈയും കാലൊക്കെ പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അതെ, കണ്ണ്, അതും മോൻ പറഞ്ഞ വളരെ നല്ല പോയിൻ്റാണ്. ഇപ്പോൾ നമ്മൾ കളിക്കുന്ന സമയത്തായിക്കോട്ടെ, അതുപോലെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ കണ്ണിലേക്ക് പൊടി വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഗോഗിൾസ് എടുത്തതും സേഫ്റ്റിയുടെ ഭാഗം തന്നെയാണ്. അതേപോലെ നമ്മളിപ്പോൾ കളിക്കുകയാണെങ്കിൽ തന്നെ നമുക്കില്ലേ ക്രിക്കറ്റും ഇതൊക്കെ കളിക്കുമ്പോൾ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറേ ഇത് വിയർ ചെയ്യാൻ പറ്റും അല്ലേ? അതും നല്ലതായിരിക്കും. അതെ, അത് ശരിയാണ്, മോൻ പറഞ്ഞ വളരെ ശരിയാണ്. അപ്പോൾ അതൊക്കെ വിയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ കളിക്കേണ്ടത്. ഈവൻ സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യണമെന്നാണ് പറയാം, അത് ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ, സ്വന്തമായിട്ട് അക്കൗണ്ട് ആർക്കും പാടില്ല 16 വയസ്സിന് മുമ്പ്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, മൊബൈൽ, പല രീതിയിലുള്ള ആപ്ലിക്കേഷനൊക്കെ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ പരസ്യം വരുന്നതോ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിൻ്റെ പുറത്ത് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല അപകടങ്ങളിലേക്കും പോവാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾക്കൊരു അപകടമായിട്ട് തോന്നിയാൽ ഉടനെ തന്നെ ആരോട് റിപ്പോർട്ട് ചെയ്യണം? രക്ഷിതാക്കളോട് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധികളിലും, അതും സേഫ്റ്റിയുടെ ഭാഗം തന്നെയാണ്. ഓക്കെ. കഴിയുന്നതും പ്രയാസങ്ങളുണ്ടെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ
പരിചയമുള്ള നമുക്ക് ആയിട്ടുള്ള ഒരാളോട് പറയണം. നിങ്ങൾക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ആളെന്ന് തോന്നിയത് ആരാണ്? മോൻക്ക് ആരാണ്? ആരാണ് പാരൻസ് തന്നെ? ഉമ്മ അല്ലേ? അപ്പോൾ എന്ത് പ്രയാസമുണ്ട് ഉമ്മൻ്റെ അടുത്താണ് മുതൽ. വെരി ഗുഡ്. അതുപോലെ മോൻക്കോ? ഉമ്മ. ഓക്കെ. വേറെ ആർക്കെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും ഉമ്മയാണ്. വെരി ഗുഡ്. അപ്പം നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ ഏറ്റവും സേഫായിട്ട് ഇതുവരെ നമ്മുടെ ജീവിതത്തിന് എല്ലാ ഹെൽപ്പും ചെയ്തെന്ന ആരാണ്? രക്ഷിതാക്കൾ. അതിൽ ഉമ്മമാരായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തെന്നുണ്ട്. നമ്മളെ വളർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഉമ്മയോടാവണം, അല്ലെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ ഉപ്പ, അല്ലെങ്കിൽ ചില കുട്ടികൾ വലുതാകുമ്പോൾ അവരുടെ എൽഡർ ബ്രദർ സിസ്റ്റർ അവരോടൊക്കെ ഒന്നും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ട്രസ്റ്റബിൾ ആയിട്ട് ഒരാൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. എന്ത് വിഷയം വരികയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ അത് പറയാൻ ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ആർക്കും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കാമെന്ന് വിചാരിക്കുക, അപ്പം തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പം തന്നെ നിങ്ങൾ ഉമ്മ അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളോട് ആദ്യഘട്ടത്തിൽ പറയാം. കുറച്ചങ്ങോട്ട് വെയിറ്റ് ചെയ്ത് പോകുമ്പോഴേക്ക് നമ്മുടെ സ്ട്രെസ്സ് കൂടും, നമുക്ക് പ്രയാസം കൂടും. അതേപോലെ നമ്മളെ ഉപദ്രവിക്കാനോ നമ്മളെ ട്രാപ്പിലാക്കാൻ വിചാരിക്കുന്ന ആൾ അതിൻ്റെ സാഹചര്യങ്ങൾ കൂട്ടി കൊണ്ടുവരും. അങ്ങനെയാണ് പല കുട്ടികളും പല അപകടങ്ങളിലും പോയി ചാടുന്നത്. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് ചെയ്യണം? നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫിസിക്കലായിട്ടുള്ള സേഫ്റ്റിയും അതുപോലെ തന്നെ സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ് ട്രസ്റ്റബിൾ ആയിട്ടൊരാൾ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത്, എന്ത് പ്രശ്നങ്ങൾക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ഈ 10 പോയിൻറ്റ്സ് എല്ലാവർക്കും മനസ്സിലായോ? ശരി, നമുക്കിതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ? ആദ്യത്തെ പോയിൻ്റ് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നോന്ന് നോക്കാമല്ലോ നമുക്ക്. കുഴപ്പമില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെയാണ്, പറഞ്ഞോളൂ. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ഡെയിലി റൂട്ടീൻ. എല്ലാ കാര്യത്തിലും നമുക്കൊരു ചിട്ട ഉണ്ടാവണം. എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? സ്കൂളിൻ്റെ സമയത്ത് എങ്ങനെയാണോ ഉണ്ടായത്, നല്ല ചിട്ടയുള്ള ആളുകളാണ് ലോകത്തിൽ വലിയ വലിയ നിലകളിലെത്തുക. വളരെ നേരത്തെ എണീറ്റ് വളരെ പെർഫെക്റ്റായിട്ട് ആ ചിട്ട ഫോളോ ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് ലൈഫിൽ സക്സസ്ഫുൾ ആവുക. റൊണാൾഡോ, അങ്ങനെ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ കുറിച്ച് കഥകൾ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിലും പഠിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജീവിതത്തിൽ ചിട്ട ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെക്കേഷൻ ആയാലും സ്കൂൾ ടൈം ആയാലും. രണ്ടാമതായിട്ട് എന്തായിരുന്നു? ഉറക്കം, അല്ലേ? നല്ല സൗണ്ട് സ്ലീപ്പ്. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയ ഉറക്കം വരുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ഉറങ്ങിയില്ലായിരുന്നു ഒന്നല്ലേ? ഉറങ്ങിയതല്ലേ? ശരിയാണ്. ഓക്കെ. സോ ഉറക്കം കൃത്യമായിട്ട് ഡെയിലി 8 തൊട്ട് 9 മണിക്കൂർ, 10 മണിക്കൂറാണ് ആവറേജ് നമ്മൾ പറയാറ്. ഓക്കെ, 10 മണിക്കൂർ വരെ ഉറങ്ങുന്നത് നല്ലതായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി ഉറങ്ങിയിട്ട് ഭയങ്കര ക്ഷീണം പോലെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ചെറിയ നാപ്പ് എടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വെയിലൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും വീട്ടിൽ ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു നാപ്പ്, ഒരു ഒരു മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ഉച്ചയ്ക്കൊരു ഉറക്കം ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. മൂന്നാമതായിട്ട് നമ്മളെന്താ പറഞ്ഞത്? ഹെൽത്തി ഈറ്റിംഗ്, ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതി. അതിൽ ആ അരഭാഗം എന്തൊക്കെ ആയിരിക്കണം? 50% എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സും കൂടെ അത്ര തന്നെ പ്രോട്ടീൻസും. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ ഫ്രൂട്ട്സ്, പച്ചക്കറി, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഒരു ഡയറി പ്രൊഡക്റ്റ്. പിന്നെ ഒഴിവാക്കേണ്ടത് ജങ്ക് ഫുഡ്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് വീണ്ടും നമ്മൾ പറയുകയാണ്, ഇത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഹൈജീൻ, വൃത്തി ഉണ്ടാവുക എന്നുള്ള കാര്യം. പിന്നെ നന്നായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള കളികൾ ഡെയിലി റൂട്ടീനിലോട്ട് കൊണ്ടുവരാം. പിന്നെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. പിന്നെ ബ്രെയിനിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ഡെയിലി നമ്മുടെ റൂട്ടീനിൽ ഉണ്ടാവുക. പിന്നെ നമുക്കൊരു ഹോബി കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ കൂട്ടുകാരെത്തിയിട്ടുള്ള ഒരു കളികളും കൂടെ നിൽക്കാനുള്ള ഒരു സമയം ഡെയിലി ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ലാസ്റ്റായ പോയിന്റ് സേഫ്റ്റി. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചോദിക്കാവുന്നതാണ്. ഞാൻ അതൊന്നുമല്ലേ നിങ്ങൾക്ക് അഭിപ്രായങ്ങളായിട്ട് പറയാം. ഈ ഡോക്ടർ പറഞ്ഞ പോയിൻറ്റ്സിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പോയിൻറ്റ്സ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതും പറ്റും. ഓക്കെ. ഒരു 5 minutes കൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ?
ആദ്യമായിട്ട് ചോദിക്കുന്നത് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 2 വിഭാഗം ആളുകൾക്കാണ് സംശയം ഇല്ലാണ്ടിരിക്കുക. ഒരു വിഭാഗത്തിന് എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് ഒന്നും മനസ്സിലായില്ല. ഇതിലേത് കാറ്റഗറിയിലാണ് നിങ്ങളെ വരിക? എല്ലാം മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഇനി രണ്ടാമതായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ നിങ്ങൾക്ക്? ഡോക്ടർ 8 എന്ന് മാൻഡേറ്റ് 8 തൊട്ട് 10 മണിക്കൂർ വരെ ഉറങ്ങാം. മിനിമം 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം കേട്ടോ. ഓക്കെ, ഉറങ്ങാറുണ്ടോ? വെരി ഗുഡ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മോൻക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോളൂ. തീർച്ചയായും വളരെ നല്ല പോയിൻ്റാണ് മോൻ പറഞ്ഞത്. റോഡ് സേഫ്റ്റി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ? ഓക്കെ, റോഡിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൂടെ വലിയ ഹൈവേ പോകുന്നുണ്ട്. ഈ ഹൈവേ മുറിച്ചു കടക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മളൊക്കെ ചിലപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് പ്രായ ആൾക്കാരൊക്കെ മുറിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് അത് ഭയങ്കര അപകടമാണ്. പിന്നെ എപ്പോഴും മോൻ പറഞ്ഞ പോലെ ക്രോസ് ചെയ്യുമ്പം സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുക, നിർബന്ധമായിട്ട് 2 ഭാഗവും നോക്കുക. അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പിന്നെ സ്ലോലി മാത്രം ഓടരുത് കേട്ടോ. അങ്ങനെ ആകുമ്പം ഓടുമ്പോൾ എന്താ വിചാരിക്കും, വരുന്ന വെഹിക്കിളായിരിക്കും ഒരപ്പുറത്ത് എത്തിയിട്ടുണ്ടാകും. ഓടാൻ ശ്രമിക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ, ആരെങ്കിലും നിങ്ങളെ ഇനിയിപ്പോൾ റോഡിൻ്റെ കാര്യമായിക്കോട്ടെ മറ്റെന്ത് വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രക്ഷിതാക്കളോട് പറയുക. അവിടെ പിന്നെ ഇനിയിപ്പം റോട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ മറ്റു കുറേ ആളുകളുണ്ട്, അവരോട് തുറന്ന് പറയാൻ ശ്രമിക്കണം. എന്നെ അവരങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ക്രോസ് ചെയ്യും, ഞാൻ കറക്റ്റായിട്ടായിരുന്നു ക്രോസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്, പക്ഷേ പെട്ടെന്ന് വണ്ടി വന്നു, സീബ്ര ലൈനിൽ അവർ സ്റ്റോപ്പ് ചെയ്തില്ല. അതൊക്കെ നിങ്ങൾക്ക് തുറന്ന് പറയാമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ റൈറ്റ്സിൽ പെടുന്നതാണ്. ഓക്കെ, നടന്നു പോകുന്ന ഒരാളെ റൈറ്റ്സിൽ പെടുന്നതാണ് അതൊക്കെ. ഓക്കെ, വേറെ എന്താണ് നിങ്ങൾക്ക് അഭിപ്രായങ്ങളായിട്ട് പറയാനുള്ളത്? മോൻക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. മോൻക്കോ? ഹൈറ്റ് പറഞ്ഞോളൂ. ഹൈറ്റിൽ, അതായത് ഹൈറ്റിൽ നിന്ന് ചാടുന്നതാണോ ചോദിക്കുന്നേ? പറഞ്ഞോളൂ മോനെ. ഹൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? ഓക്കെ, അത് ഒരുപാട് ആൺകുട്ടികൾക്കുള്ള സംശയമാണ്. എനിക്കും, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. ഒരു സമയത്ത് ക്ലാസ്സിലെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആളായിരുന്നു ഞാൻ. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഹൈറ്റ് വെക്കാൻ തുടങ്ങി. പിന്നെ ക്ലാസ്സിൽ ഇങ്ങനെ ഏറ്റവും ഹൈറ്റുള്ള ആളായിട്ട് മാറി. അപ്പോൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഞാനൊരു പനനെ പോലെ ഹൈറ്റ് വരുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കുട്ടികൾക്കും നമ്മുടെ ഈ പുബേർട്ടി എന്ന് പറയും, പ്രായപൂർത്തിയാവുന്ന സമയം, ഈ സമയത്താണ് ഹൈറ്റ് കൂടി വരിക. അപ്പോൾ അത് ഓരോ ഫാമിലി ആയിട്ട് കുടുംബപരമായിട്ടും വ്യത്യാസങ്ങളുണ്ടാവും. ചില കുട്ടികൾ കുറച്ച് നേരത്തെ ഹൈറ്റ് വെക്കും, ചില കുട്ടികൾ കുറച്ച് ലേറ്റ് ആയിട്ടായിട്ട് ഹൈറ്റ് വെക്കുന്നുണ്ടാവാം. അത് ഓക്കെയാണ്. ഇനി പതിവിൽ കൂടുതൽ ഭയങ്കരമായ ഹൈറ്റ് കുറവുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. വെയിറ്റും കൂടെ കുറവുണ്ടെങ്കിൽ അതെന്തിൻ്റെ കുറവായിരിക്കാം? പോഷകാഹാരത്തിൻ്റെ കുറവാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ പിന്നെ ബാലൻസ്ഡ് ഡയറ്റ് നേരത്തെ ഡോക്ടർ പറഞ്ഞെന്ന് കഴിക്കണം. മുട്ട കഴിക്കുന്നത് നല്ലതാണ്, മാംസമൊക്കെ കഴിക്കുന്നതാണ്. പിന്നെ ഹൈറ്റ് കുറയാനുള്ള പ്രധാന കാരണമാണ് വിറ്റാമിൻ ഡിയും കാൽഷ്യത്തിൻ്റെ ഒക്കെ കുറവ്. അത് ഡോക്ടർ നേരത്തെ മിസ് ചെയ്തൊരു പോയിൻ്റാണ്. അതിൽ നമ്മൾ പിന്നെ വെയിൽ കൊള്ളുക. ഡോക്ടർ പറഞ്ഞു നട്ടുച്ച സമയത്ത് വെയിൽ കൊള്ളരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. രാവിലത്തെ ഒരു 9:30-10 മണി തൊട്ട് 12 മണീൻ്റെ ഉള്ളിലുള്ള കുറച്ച് നേരം വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം വേണ്ട രീതി നമ്മൾ വിറ്റാമിൻ ഡി കിട്ടും. അപ്പോൾ ഹൈറ്റ് വെക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? നല്ല മസിലിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. പിന്നെ കാൽഷ്യം വിറ്റാമിൻ ഡിയും കിട്ടാൻ വേണ്ടി വെയിൽ കൊള്ളണം. പിന്നെ മുട്ട, അതുപോലെയുള്ള മാംസ്യം, ഇതിലൊക്കെ നല്ല കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, മീൻ ഇതിലൊക്കെ. അപ്പോൾ അതും നമുക്ക് ബോണ്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതൊക്കെ ചെയ്തിട്ടും വേണ്ട രീതിയിൽ ഹൈറ്റ് വെക്കുന്നില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഡോക്ടറെ കാണിക്കണം. കാരണം 10-11 വയസ്സിന് മുമ്പ് നമുക്ക് ഹൈറ്റ് വേണ്ട രീതിയിൽ വരുന്നില്ല, എന്തെങ്കിലും ജനിതകമായ പ്രശ്നമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. ഗ്രോത്ത് ഹോർമോൺ തെറാപ്പി പോലുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മോൻക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വിറ്റാമിൻ ഡി ആണ് നമ്മുടെ എല്ലിന് വേണ്ട പ്രധാനപ്പെട്ട വിറ്റാമിൻ. അതും ഏറ്റവും കൂടുതൽ വെയിലിലൂടെയാണ് കിട്ടുക. ഓക്കെ, ശരി. ഇനി മോൻക്കോ? ഇല്ല. ഓക്കെ, അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്? നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം വേണം. അതുപോലെ
അല്ല അന്നജം അടങ്ങിയ ഭക്ഷണം നമ്മൾ കൂടെ കഴിക്കും. ഫ്രൂട്ട്സും പച്ചക്കറി, അതിലാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നിടത്ത് പലർക്കും സംശയം ഉണ്ടാവും, നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഫ്രൂട്ട്സൊക്കെ ആണോ കഴിക്കേണ്ടത്, അല്ല നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഫ്രൂട്ട്സാണോ കഴിക്കേണ്ടത്? ഏതാ കഴിക്കേണ്ടത്? നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സാണ്, സീസണലായിട്ട് വരുന്ന ഫ്രൂട്ട്സ്. ഇപ്പം നമ്മൾ എന്തിൻ്റെ സീസണാണ്? മാങ്ങൻ്റെ സീസണാണ് അല്ലേ? അപ്പോൾ ഓരോ സീസണിൽ കിട്ടുന്നത് നന്നായിട്ട് കഴിക്കും. അതും ഹൈഡ്രേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രൂട്ട്സ് എങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്? റോ ആയിട്ട്. വളരെ കറക്റ്റാണ്. അതിൻ്റെ പിന്നെ തൊലിയോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് തൊലിയോട് കൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കണം. ഓക്കെ, എങ്കിലും നമുക്കതിന് വേണ്ട രീതിയിലുള്ള പിന്നെ അതിന് വേണ്ട മിനറൽസും വിറ്റാമിൻസും ഫൈബേഴ്സും ഒക്കെ കിട്ടുള്ളൂ. നമ്മൾ ജ്യൂസ് മാത്രമായിട്ട് അരിച്ച് കഴിച്ചാൽ എന്താ പറ്റുക? അതിന് വേണ്ട ഫൈബേഴ്സ് കിട്ടത്തില്ല. ഓക്കെ, ഫൈബേഴ്സ് കിട്ടിയിട്ടില്ല, അത് ഡൈജഷനെയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഹെൽപ്പ് ചെയ്യത്തില്ല. അപ്പോൾ റോ ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. ഗ്രേപ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് കഴിക്കാൻ നല്ലതെന്നാണ് പറയാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മയോണൈസ് പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ട്. ചില മയോണൈസ് വലിയ കുഴപ്പമില്ല. കഴിയുന്നതും ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല. ചിലപ്പോൾ അത് മുട്ടയിൽ നിന്ന് ഉണ്ടാക്കുന്നത് കാണാം, ചിലപ്പോൾ അത് ചന, പല രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതാണ്, ഹോട്ടലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കാനേ പാടില്ല. വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്, അതിൽ എന്താ അടങ്ങിയത് നോക്കിയതിന് ശേഷം. കാരണം ഒരുപാട് ഓയിലും എണ്ണയൊക്കെ അടങ്ങിയത് കൂടുതൽ കഴിക്കാണ്ടിരിക്കുക നല്ലത്. ഓക്കെ, ശരി. ഇനി സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ഇനി ഈ സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണം എന്ന് തോന്നുന്ന ആൾക്കാരെ ഒന്ന് നിന്നിട്ടോ, അല്ലെങ്കിൽ എന്നിട്ട് കഥ പറയാം. ഈ സെഷൻ ഉപകാരപ്പെട്ടോ, അല്ലെങ്കിൽ ഈ സെഷന് എൻ്റെ പോസിറ്റീവ്സോ നെഗറ്റീവ്സോ, അല്ലെങ്കിൽ ഇതിൽ ഇനിയും കറക്ഷൻ വേണമെന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഒരാൾ പറയോ? മോൻ പറയോ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ? വളരെ നന്നായിരുന്നു. കുറേ ഡെയിലി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഇതൊക്കെ കിട്ടി. ഓക്കെ, ഇൻസ്ട്രക്ഷൻസൊക്കെ കിട്ടി. പിന്നെ എങ്ങനെ സേഫ്റ്റി ആയിട്ട് നിൽക്കാമെന്നും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാമെന്നും ഒക്കെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു. ഓക്കെ, പിന്നെ ഒരു സിമ്പിൾ മെസ്സേജ് ഇപ്പോൾ മോൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു പിന്നെ പ്രോഗ്രാം കാണുന്നുണ്ടാവും. അപ്പം മോൻക്ക് ഒരു മെസ്സേജ് ആയിട്ട് എന്താ കൊടുക്കാൻ ആയിട്ടുള്ളത്? ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കുകയാണ് മോൻ, എന്തായിരിക്കും ഈ വെക്കേഷന് മോൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടാവുക? എല്ലാവരും സേഫ്റ്റി ആയിട്ട് നിൽക്കുക. സേഫ്റ്റി ആയിട്ട് നിൽക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ മീഡിയയിൽ ഒരു കെണികളിലും പെടാതിരിക്കുക. അതെ, പല പ്രശ്നങ്ങളിലും ചാടാണ്ടിരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ മുമ്പിൽ ആരെങ്കിലും നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളോട് പെട്ടെന്ന് പറയാം. ആൾ ദേഷ്യപ്പെടുന്നൊന്നും വിചാരിക്കണം, പെട്ടെന്ന് പറഞ്ഞാൽ ആ കെണിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കറക്റ്റാണ്. ഇനി വേറെ ആർക്കെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ ഉണ്ടോ? ഇന്നത്തെ ഇതിൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ഒരു ബന്ധപ്പെടുന്ന ആളുകളോട് ഒരു മെസ്സേജ് ആയിട്ട് ഇന്നത്തെ സെഷനിൽ കൊടുക്കണം തോന്നിയത്? ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക. വെരി ഗുഡ്. പിന്നെ വെള്ളം നല്ല കുടിക്കുക. അതെ, ശരിയാണ്. പ്രോട്ടീൻ ഫുഡ്സ് കഴിക്കുക. ഓക്കെ. പിന്നെ ഫാമിലീൻ്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യുക. തീർച്ചയായും. മാത്രം. ഓക്കെ, മോനെ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും കവർ ചെയ്തു. അടിപൊളിയായിട്ടുണ്ട്. മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. അപ്പോൾ ജസ്റ്റ് 5th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മോനെ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ മോന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മോനത് അടിപൊളിയായിട്ട് മനസ്സിലായി. എനിക്ക് തോന്നുന്നു മോനാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ ആളെന്ന് അല്ലേ? കറക്റ്റ് അല്ലേ? നിങ്ങൾ രണ്ടുപേരും ശരിയല്ലേ? ഓക്കെ, ശരി. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നൊരു മെസ്സേജ് ഒരുപാട് ആളുകളിലേക്ക് എത്തും, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തും. പറഞ്ഞോളൂ. എപ്പോഴും പാരൻസ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക, പിന്നെ ഓലെ വർപ്പിക്കാതെ. ഒന്നുകൂടി ഉറക്കെ പറയാം മോന്. എപ്പോഴും പാരൻസ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക, പിന്നെ ഓലെ വർപ്പിക്കാതെ. അതെ, ഓക്കെ. പിന്നെ വളരെ നല്ല പോയിന്റാണ് മോൻ പറഞ്ഞത്. നമ്മൾ എത്ര വലുതായാലും നമ്മുടെ രക്ഷിതാക്കളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവണം. നമുക്ക് എത്ര ഉയരത്തും നമ്മൾ എത്ര ദൂരത്തും പോവാം, പക്ഷേ നമ്മുടെ രക്ഷിതാവ് നമ്മുടെ കൂടെ ഉള്ളവരായിട്ട് കണക്ഷൻ ഉണ്ടാവണം. ഓക്കെ, നമ്മൾ വലുതാവുമ്പോഴും അതുണ്ടാവണം,
ചെറുപ്പത്തിൽ നമുക്കുണ്ടാവണം. നമുക്ക് ഒരു സേഫ് ഹെവൻ എന്ന് പറയുന്നത്, എത്ര ദൂരെ പോയി കഴിഞ്ഞാലും നമ്മുടെ ഒരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ നമുക്ക് തിരിച്ച് വരാൻ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒരാൾ, ഉമ്മ ആയിക്കോട്ടെ ഉപ്പ ആയിക്കോട്ടെ, അവർ നമ്മുടെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം. എന്തും തുറന്ന് പറയാമെന്നുള്ള ഒരാൾ. അങ്ങനെ ഇതുവരെ അങ്ങനെ നിങ്ങൾക്ക് ആർക്കും ഇല്ലെങ്കിൽ ഇന്ന് പോയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതായിരിക്കണം. ഓക്കെ, കാര്യം അവരായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും വളർച്ചയൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ. അപ്പോൾ അവരായിരിക്കും നിങ്ങളെ ഗൈഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ചില കുട്ടികൾക്ക് ടീച്ചേഴ്സ് അങ്ങനെ ആവാറുണ്ട്, അതും ഭയങ്കര നല്ല. സ്കൂളിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കണക്ഷൻ, മെൻറ്ററൊക്കെ ഉണ്ടാവും സ്കൂളിൽ ഇല്ലേ? അപ്പോൾ മെൻറ്ററോടും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഹംദാൻ പറയും. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അതെ, ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. യെസ്, വളരെ നല്ല പോയിൻ്റാണ്. അതായത് ഹെൽത്തി ആയിട്ട് ഇരിക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കുക. അതിൽ 2 കാര്യങ്ങളുണ്ട്. നമുക്ക് ശരീരത്തിനുള്ള വേണ്ട രീതിയിൽ മിനറൽസും വിറ്റാമിൻസും കിട്ടും. അതേപോലെ ഹൈഡ്രേഷൻ, ഒരുവിധം ഫ്രൂട്ട്സുകളിലൊക്കെ നല്ല വെള്ളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശരീരത്തിന് ആവശ്യമുള്ള ഹൈഡ്രേഷനും കൂടെ പ്രൊവൈഡ് ചെയ്യും. ഇനി വേറെ ആർക്കെങ്കിലും? അധികം സ്ക്രീൻ അഡിക്ഷൻ ആവാതിരിക്കുക. ഓക്കെ. പിന്നെ പേരൻസുകളും ടീച്ചർമാരും ഓലൊക്കെ തരുന്ന നിർദ്ദേശങ്ങൾ കറക്റ്റായി ചെയ്യാൻ നോക്കുക. തീർച്ചയായും. പിന്നെ അധികം വെയിലത്ത് കളിക്കരുത്, വെയിൽ കൊള്ളാം, ആവശ്യത്തിന് മാത്രം. അതെ അതെ. പിന്നെ വിറ്റാമിൻസും പ്രോട്ടീൻസും ഒക്കെ കഴിക്കുക. കഴിയുന്നതും നമ്മളെ ഹെൽത്ത് സൂക്ഷിച്ചു. തീർച്ചയായും. മോനെ ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും നേരത്തെ മോൻ കവർ ചെയ്ത പോലെ കവർ ചെയ്തിട്ടുണ്ട്. ആവശ്യം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, കൂടുതൽ സ്ക്രീൻ കാണാണ്ടിരിക്കുക, രക്ഷിതാക്കളുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്തിരിക്കുക.